അപ്പോൾ ഏതിൻ്റെ പേരിലാണെങ്കിലും, പള്ളിയിൽ നിസ്കാരത്തിന് പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ ദിക്റ് മജ്ലിസാണെങ്കിലും ഏത് മജ്ലിസുകളാണെങ്കിലും അവിടെ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൻ്റെ പേരിലാണെങ്കിലും എല്ലാം പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയതാണ്. ഹറാമാണ്. ആ ഹറാമിനെ ആരെങ്കിലും ഹലാലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന കുറ്റം അത് ഹറാമ് ചെയ്തതിനേക്കാൾ വലുതായിരിക്കും എന്നുള്ള ബോധം കൂടി നമ്മുടെ മാന്യ മുസ്ലിം സഹോദരന്മാർക്ക് പൊതുസമൂഹത്തിനുണ്ടാവണമെന്ന് പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് ജീവിത പദ്ധതിയായി മാർഗനിർദ്ദേശമായി സമർപ്പിച്ചിട്ടുള്ള വ്യവസ്ഥിതിയാണ്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ മുഴുവൻ പദ്ധതികളെയും കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കേവലം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിന്ന് ചില വിധികളെ അടർത്തിയെടുത്ത് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ വ്യക്തിയെയും അതിൻ്റെ ഉള്ളടക്കത്തെയും ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വ്യവസ്ഥിതികളെ മനസ്സിലാക്കുമ്പോൾ പൂർണ്ണമായി പഠിച്ച് വിലയിരുത്തണം എന്നുള്ളതാണ് ആദ്യമേ ഉണർത്താനുള്ളത്. പരിശുദ്ധ ഇസ്ലാമിൽ സഹോദരിമാർ അവർ ആവശ്യമില്ലാതെ പൊതുരംഗത്തേക്ക് ഇറങ്ങേണ്ടവർ അല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ പച്ചയായി പറഞ്ഞ ആയത്താണ് സൂറത്തുൽ അഹ്സാബിൽ വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. അന്ധകാരമുറ്റിയ ഒരു കാലത്ത്, ആദ്യകാലത്ത് മഹാനായ ഈസാ നബിയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇടയിലുള്ള ഒരു ജാഹിലിയ്യത്തുണ്ട്. അതുക്കും മുമ്പ് ഉണ്ടായിരുന്ന ഒരു ജാഹിലിയ്യത്ത്. ആ ജാഹിലിയ്യത്ത് ഏതാണ് എന്നതിൽ മുഫസ്സിറുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരഭിപ്രായം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു വീഴുന്ന കാലം. ആ കാലഘട്ടത്തിലെ സഹോദരിമാർ ഉയർന്ന വസ്ത്രങ്ങൾ ധരിച്ച് നിരത്തിലൂടെ വളരെ അഹന്തയോടും അഹങ്കാരത്തോടും കൂടി ഒരു ഒതുക്കവുമില്ലാതെ നടന്നിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതുപോലെ വ്യത്യസ്ത പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ അൽ ജാഹിലിയ്യത്തുൽ ഊല, ഒന്നാം ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഹോദരിമാരുടെ ഇത്തരം രംഗപ്രവേശനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സൗന്ദര്യത്തെ പുറം ലോകത്തേക്ക് കാണിക്കുകയും അവരുടെ ശരീര വടിവിനെ പ്രദർശിപ്പിക്കുകയും അത് നാട്ടിൽ കാമം മൂലം കാമിനി മൂലം എന്ന് പറഞ്ഞതുപോലെ അരാജകത്വം സൃഷ്ടിക്കപ്പെടാൻ വഴിവെക്കുകയും ചെയ്യും എന്നതുകൊണ്ട് ഇസ്ലാം അവരോട് പറഞ്ഞു, നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ വ്യവഹാരത്തിനുള്ള സ്ഥലം. ആവശ്യങ്ങൾക്കല്ലാതെ നിങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായി നിങ്ങൾ വിവാഹം കഴിക്കൽ ഹറാമായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങളുടെ മകനുണ്ടായിരിക്കണം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം. ഇത്രയധികം സഹോദരിമാരെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങളുടെയൊക്കെ പേരിൽ സഹോദരിമാർ നാട്ടിലിറങ്ങി, നിരത്തിലിറങ്ങി
മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച്, അതുപോലെ അന്യതായ ആണും പെണ്ണും കൂടിക്കലരുന്ന ഇസ്ലാം വളരെ കർശനമായി നിരോധിച്ച ഇഖ്തിലാത്തുർ റിജാൽ ബിൻ നിസാ, സഹോദരിമാരും സഹോദരന്മാരും ഒട്ടിയും അതുപോലെ തുരുമ്മിയുമൊക്കെ നടക്കുന്ന ഒരു സമ്പ്രദായം നടുറോട്ടിലൂടെ, ഇത് ഇസ്ലാം പച്ചക്ക് വിരോധിച്ചിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്തുള്ള പുത്തൻവാദികൾ അവരെപ്പോഴും പറയുന്നത് ഞങ്ങൾ പരിശുദ്ധ ഖുർആനും ഹദീസും മുറുകെ പിടിക്കുന്നവരാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ അവർക്ക് ഖുർആനിനോടുള്ള താല്പര്യം നമ്മൾ കാണുന്നില്ല. ഈ സഹോദരിമാരെ നടുറോട്ടിലേക്കും പൊതുരംഗത്തേക്കും ഇറക്കുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്തിൻ്റെ കക്ഷികൾ, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള കക്ഷികളുടെ കൈ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം എന്ന് അവർ പറയുന്നത് സത്യസന്ധമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഇസ്ലാമിൻ്റെ അധ്യാപനത്തെ അവർ ഉൾക്കൊള്ളേണ്ടതായിരുന്നു. പക്ഷേ ഭൗതികമായ ചില താൽപ്പര്യങ്ങൾ മാത്രമാണ് അവരുടെ വാദഗതികളിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടതുപോലെ ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആയത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് പറയാനുണ്ടാവുക, വഖർന ഫീ ബുയൂത്തികുന്ന എന്ന ഈ ആയത്തിൻ്റെ മുമ്പ് അവിടെ യാ നിസാ അന്നബിയ്യി ലസ്തുന്നക അഹദിൻ മിനൻ നിസാ എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ വിളിച്ചിട്ടാണ് ഈ ആയത്ത് സംബോധനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മുസ്ലിം സ്ത്രീകൾക്ക്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരല്ലാത്ത മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമല്ല എന്ന് ഏതെങ്കിലും വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്ന, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയത്തെ അപഗ്രഥിച്ച് പഠിക്കാത്ത ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. അത് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്ക് മാത്രമല്ല. കാരണം ഈ ആയത്തിൻ്റെ അവസാനം അല്ലാഹു തആല പറഞ്ഞത് ലിയുദ്ഹിബ അൻകുമുർ റിജ്സ എന്നാണ്. എന്തിനാണ് നിങ്ങൾ പുറത്തേക്കിറങ്ങാതെ, അന്യപുരുഷന്മാരുമായി കൂടിക്കലരാതെ, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സൗന്ദര്യവും പ്രദർശിപ്പിക്കാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. വഅഖിംന സ്വലാ, നിങ്ങൾ അവിടെ വെച്ച് നിസ്കരിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. വഅതിഉനല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഴിപ്പെടണമെന്നൊക്കെ പറഞ്ഞത് ലിയുദ്ഹിബ അൻകുമുർ റിജ്സ, നിങ്ങളുടെ തെറ്റിനെ അല്ലാഹു തആല പോക്കിക്കളയാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് കുറ്റം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്ക് മാത്രമാണെങ്കിൽ മറ്റു മൂമിനാത്തുകളായ സഹോദരിമാർക്ക് തെറ്റ് ചെയ്യാമെന്നാണോ ഇത് പറയുന്ന ആളുകൾ വാദിക്കുന്നത്? അപ്പം അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ നല്ലവണ്ണം പഠിക്കാത്ത, അതിനെ ചർവണം നടത്തി കഴിവുള്ള നല്ലൊരു അതോറിറ്റിയിൽ നിന്ന്, ഒരു പണ്ഡിതനിൽ നിന്ന്, ഒരു ഉസ്താദിൽ നിന്ന് വിഷയം മനസ്സിലാക്കാതെ ഇൽമു പറയുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളാകുമ്പോൾ ജാഹിലീങ്ങളെ നേതാക്കളായി വരും, അവരാണ് ഇസ്ലാമിൻ്റെ വിധികൾ പറയുക. അങ്ങനെ അവരതിൽ പിഴക്കും, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ ഉണർത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും
ഇസ്ലാമിനെ പച്ചയായി പരിഹസിക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മളാരും പോവാതിരിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. ഏത് സംരംഭങ്ങളാണെങ്കിലും അന്യ സ്ത്രീയും പുരുഷനും ഇടകലരുന്ന, അതല്ലെങ്കിൽ സ്ത്രീകൾ വിരൽ കൊണ്ട് വല്ല ഹറാമും വന്നുകൂടുന്നുവെങ്കിൽ അതെല്ലാം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, അതെല്ലാം തടയപ്പെടേണ്ടതുമാണ്. ഇവിടെ സ്വാഭാവികമായും വിവരമില്ലാത്ത ആളുകൾ എടുത്തുദ്ധരിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ കാബയിലോ മസ്ജിദുൻ നബവിയിലോ അതല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദസിലോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാബ എന്ന് പറയുന്നത് അല്ലാഹു തആല മുഴുവൻ മനുഷ്യരെയും വിളിച്ച സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയും നമ്മൾ ഇഖ്തിലാത്ത് വരാതെ നമ്മൾ നോക്കണം. നമ്മളവിടെ ഇഖ്തിലാത്തിന് വേണ്ടിയല്ല പോകുന്നത്. പോയി ഒരാൾ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ ഈ മനഃപൂർവ്വമല്ലാതെ വരുന്ന ഈ ഇഖ്തിലാത്ത്, അതിനെ സംബന്ധിച്ചിടത്തോളം ആ കലരൽ, അത് ആ മൂമിനുള്ള ഈമാനുള്ള ഒരു പെണ്ണ് അല്ലെങ്കിൽ ഈമാനുള്ള ഒരു ആൺ അവൻ്റെ മാനസിക താല്പര്യത്തോടുകൊല്ല അല്ലെങ്കിൽ വന്നു ചേരുന്നത്, അത് ഒരിക്കലും കുറ്റമാണെന്നോ തെറ്റാണെന്നോ പറയാൻ കഴിയില്ല. പണ്ഡിതന്മാരതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനക്ക് വിധേയപ്പെട്ടാണ്. നേരെ മറിച്ച് നമ്മുടെ നാടുകളിലുള്ള പള്ളികളിൽ അന്യ സ്ത്രീ പുരുഷന്മാർ പോകുന്ന ജമാഅത്തിൽ പോകാനോ ജുമഅയിൽ പോകാനോ കൽപ്പനയില്ല. അവർ നടുറോട്ടിലൂടെ ഈ സിന്ദാബാദ് വിളിച്ചു പോകാൻ കൽപ്പനയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ബാലിശമായ വാദങ്ങൾ മുന്നോട്ട് വെക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ മുസ്ലിം സഹോദരിമാരോടാണ് നമുക്ക് സംസാരിക്കേണ്ടതുള്ളൂ. ഈ രാജ്യമെന്ന് പറയുന്നത് വ്യത്യസ്ത മതങ്ങളുള്ളവരാണ്. അവർക്ക് അവരുടേതായ ഭാഗങ്ങളാവാം. മുസ്ലിം സഹോദരിമാർ, അള്ളാഹുവിനെയും റസൂലിനെയും പേടിക്കുന്ന മുസ്ലിം സഹോദരിമാർ, സഹോദരന്മാർ ഈ കാര്യം ചിന്തിക്കുകയും നമ്മുടെ ആഖിറം നമ്മൾ രക്ഷപ്പെടുത്തുകയും വേണം. ഇത്തരം തോന്നിവാസങ്ങൾ ഏത് വിഷയത്തിൻ്റെ പേരിലാണെങ്കിലും അതൊക്കെ വർജിക്കുകയും അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയും വേണം. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു ഫത്വയിൽ കാണാം, മൗലിദിൻ്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, ആ മൗലിദുമായി ബന്ധപ്പെട്ട് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള കൈകാര്യകർത്താക്കൾ അത്തരം പരിപാടികൾ വിലക്കണമെന്നും അതിനെ ഇല്ലായ്മ ചെയ്യണമെന്നും ബഹുമാനപ്പെട്ടവർ ഫത്വ കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതിൻ്റെ പേരിലാണെങ്കിലും, പള്ളിയിൽ നിസ്കാരത്തിന് പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ ദിക്റ് മജ്ലിസാണെങ്കിലും ഏത് മജ്ലിസുകളാണെങ്കിലും അവിടെ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൻ്റെ പേരിലാണെങ്കിലും എല്ലാം പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയതാണ്. ഹറാമാണ്. ആ ഹറാമിനെ ആരെങ്കിലും ഹലാലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന കുറ്റം അത് ഹറാം ചെയ്തതിനേക്കാൾ വലുതായിരിക്കും എന്നുള്ള ബോധം കൂടി നമ്മുടെ മാന്യ മുസ്ലിം സഹോദരന്മാർക്ക് പൊതുസമൂഹത്തിനുണ്ടാവണമെന്ന് പറഞ്ഞ് അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പരമാവധി അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.